ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മാർച്ചിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 പണിയായിട്ട് ലാലേട്ടൻ വരികയാണ്. ലാലേട്ടൻ്റെ ഡേറ്റിന് അനുസരിച്ചായിരിക്കും, ബിക്കോസ് നേരത്തെ തുടങ്ങാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ലാലേട്ടൻ്റെ ഡേറ്റുമായിട്ട് നമുക്ക് ക്ലാഷ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നവംബറിലൊക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ലാലേട്ടൻ്റെ ഡേറ്റ്സ് ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻസും കാര്യങ്ങളും ആപ്ലിക്കേഷൻസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേരുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടു. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഒട്ടും കൺഫേംഡ് അല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തത്. കൺഫേം ആവാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഒരു ഫെബ്രുവരി അല്ലെങ്കിൽ ഒക്കെ ആകുമ്പം നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ അറിയും ആരൊക്കെയാണെന്നുള്ളത്. പക്ഷേ എന്നാലും കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് എന്തായാലും മസ്റ്റായിട്ടും കാണും. ആൻഡ് ഓൾസോ ഈ പ്രാവശ്യം 2 കോമണേഴ്സിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. മൈജി കൂടെ തന്നെ സെലക്ട് ചെയ്ത 2 കോമണേഴ്സ് കാണും. നമ്മുടെ അനീഷേട്ടനൊക്കെ വന്ന പോലെ തന്നെ 2 കോമണേഴ്സ് വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. മാർച്ച് പകുതിയോടെ ഇത് വരാനായിട്ടുള്ളത് ചാൻസസ് വളരെ കൂടുതൽ. ആൻഡ് ഓൾസോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്രാവശ്യവും പിന്നെ ഒരു 8 പണി വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. കാരണം അവരുടെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അമ്മാതിരിയാണ്. ഭയങ്കരമായിട്ടും വേറൊരു രീതിയിലുള്ളൊരു സംഭവമാണ് ഇപ്രാവശ്യം. 7 പണിയാണെങ്കിൽ ഇപ്രാവശ്യം 8 പണിയാണ്. ചിലപ്പോൾ ഫുഡേ കൊടുക്കത്തില്ലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ്സുകളായിരുന്നു കൊടുക്കാഞ്ഞത്, ചിലപ്പോൾ ഫുഡേ കൊടുക്കത്തില്ലായിരിക്കും. ഇന്ന സാധനം ചെയ്താൽ മാത്രമേ ഫുഡ് കൊടുക്കത്തുള്ളൂ എന്നൊക്കെ ആയിരിക്കും. ഡിപ്പെൻസ്, നമുക്കറിയത്തില്ല. ഏതായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങൾ ഇതുവരെ ഒരു കൺഫേംഡും ആയിട്ടില്ല. ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ 2 കോമണർ വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. മാർച്ച് പകുതിയോടെ കാണും. ഇപ്പം ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഇൻവിറ്റേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആരൊക്കെയാണെന്നുള്ളത് ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ പറയുന്നതായിരിക്കും. കുറച്ചൊക്കെ ക്ലിംസ് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കൺഫേംഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 കാണാൻ ഒരുങ്ങിയിരുന്നുള്ളൂ. ഒരുപാട് പേർക്ക് പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട് മാർച്ചിലാകുമ്പോഴത്തേക്കും പിള്ളേർക്ക് എക്സാം ഒക്കെയാണ്, ഷോ ഞാൻ എങ്ങനെ കാണും എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് കമൻറ്റിലൊക്കെ. പക്ഷെ നമുക്ക് നോക്കാം എപ്പോഴായിരിക്കും വരുന്നത്. പക്ഷേ മാർച്ചിലാവാനാണ് 100% ചാൻസസ് വളരെ കൂടുതൽ. ആൻഡ് ഓൾസോ മോഹൻലാലിൻ്റെ ഒരു ഡേറ്റിൻ്റെ ഒരു ക്ലാഷ് കൊണ്ട് മാത്രമാണത് കഴിഞ്ഞ തവണ നീട്ടിപ്പോയത്. എനിവേ നമുക്ക് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഇതിൽ കൂടെ പറയുന്നതായിരിക്കും. താങ്ക് യു.